കാലത്തോടുള്ള കലാലയങ്ങളുടെ ചോദ്യങ്ങളാണ് മാഗസിനുകളെന്ന് മന്ത്രി എം പി രാജേഷ്. മായം കലരാത്ത പൊള്ളുന്ന വാക്കുകളിലൂടെ കലാലയങ്ങൾ കാലത്തോടുയർത്തുന്ന ചോദ്യങ്ങളാണ് ഓരോ കോളേജ് മാഗസീനുകളുമെന്ന് മന്ത്രി. 2023-24 വർഷത്തിലെ മുഖ്യമന്ത്രിയുടെ ട്രോഫിയും 25,000 രൂപയും അടങ്ങുന്ന ഒന്നാം സമ്മാനത്തിന് അർഹമായത് പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പ്രസിദ്ധീകരിച്ച തുരുത്ത് എന്ന മാസികയാണ്. കേരളത്തിലെ മികച്ച കലാലയ മാഗസിനുകൾക്കുള്ള കേരള മീഡിയ അക്കാദമി പുരസ്കാര സമർപ്പണം നിർവഹിച്ച് പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോളേജ് മാഗസിൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, പൊള്ളുന്ന വാക്കുകൾ കൊണ്ട് ക്യാമ്പസുകൾ കാലത്തോടുയർത്തുന്ന ചോദ്യങ്ങളാണ് ഓരോ കോളേജ് മാഗസിനും. ഒട്ടും മയമില്ലാത്ത വാക്കുകൾ കൊണ്ട്, പരുഷമായ വാക്കുകൾ കൊണ്ട്, പൊള്ളുന്ന വാക്കുകൾ കൊണ്ട് ക്യാമ്പസുകൾ എല്ലാ കാലത്തും കാലത്തോടുയർത്തിയ ചോദ്യങ്ങളാണ് ഓരോ കോളേജ് മാഗസിനും. പ്രകമ്പനം കൊള്ളിക്കുന്ന വരികൾ കൊണ്ട് യാഥാസ്ഥിതികത്വത്തിന്റെ കോട്ടകൊത്തളങ്ങളെ വിറകൊള്ളിച്ചവയാണ് ഓരോ കോളേജ് മാഗസിനുകളും. അതുപോലെ അറിവിന്റെയും പുത്തനാശയങ്ങളുടെയും തൂവെളിച്ചം കൊണ്ട് ഇരുട്ടുവീണ തലകളെ കടന്നാക്രമിച്ച ആയുധപ്പുരകളാണ്, ആവനാഴികളാണ് ഓരോ കോളേജ് മാഗസിനുകളും. അത് നിസ്സംശയം പറയാൻ പറ്റും. കേരളത്തെ ലോകത്തിന്റെ ചരിത്രത്തിലേക്കും കലയിലേക്കും നയിച്ചത് ക്യാമ്പസ് മാഗസിനുകളാണ്. ഓരോ കാലഘട്ടത്തെയും അടയാളപ്പെടുത്തുന്ന വിലപ്പെട്ട രേഖകളാണ് കലാലയ മാഗസിനുകളെന്നും മന്ത്രി പറഞ്ഞു. 2-3 സമ്മാനങ്ങൾ യഥാക്രമം എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിന്റെ മാഗസിൻ പറ്റലാർ, മലപ്പുറം കോട്ടയ്ക്കൽ VPSV ആയുർവേദ കോളേജിന്റെ മാഗസിൻ ചെലുപ്പധികാരം എന്നിവ നേടി. കേരള മീഡിയ അക്കാദമി വൈസ് ചെയർമാൻ ES സുഭാഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി മുൻ പ്രസിഡന്റുമായ വൈശാഖൻ മുഖ്യാതിഥിയായി. മീഡിയ ക്ലബ് കോർഡിനേറ്റർ സ്നെമിയ മാഹിൻ ജൂറി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ SL സിന്ധു, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സോജൻ ജോസ്, സ്റ്റാഫ് എഡിറ്റർ ഡോക്ടർ KP രവീന്ദ്രൻ, P അഗ്നി ആഷിഖ്, റോഷിൻ ജോർജ്, ഡോക്ടർ വന്ദന ചന്ദ്രൻ, RS ഋഷിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്.